യാത്രയാണ് ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാക്കാഴ്ചകളിലൂടെ. ഓരോ ദേവാലയവും വ്യക്തികൾക്ക് ദൈവീക അനുഭവത്തിനും ജീവിത വിശുദ്ധീകരണത്തിനുമുള്ള ഇടമാണ്. ഒരു നാടിന്റെ ആത്മീയ വളർച്ചയുടെ ഇടം കൂടിയാണ് അവിടുത്തെ ദേവാലയം. ദൈവവചനത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്ന ക്രൈസ്തവർ സ്നേഹത്തിലും ഐക്യത്തിലും പങ്കുവയ്ക്കലിലും വളരുമ്പോഴാണ് ദൈവസാന്നിധ്യം പ്രകാശിതമാകുന്നത്. ഇവിടെ ഇതാ പുരാതന ചരിത്രത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു ദേവാലയം. ഇവിടത്തെ പുതുതലമുറയോട് പറയുവാൻ തോന്നുന്നതിങ്ങനെ: കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ, പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. പഴയ പള്ളിയുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പിയാത്ത രൂപവും കപ്പേളയും ഇപ്പോൾ മ്യൂസിയമായി സൂക്ഷിക്കുന്ന പുരാതന ദേവാലയത്തിൽ പ്രവേശിക്കാം. പ്രവേശന കവാടത്തിലെ ലോഹഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: The Synod of Diamber was held in this building on the 20th of June 1599 by Archbishop Menesis of Goa. സൂനഹദോസ് നടന്ന പള്ളിയുടെ വിശാലമായ ഹാൾ. ഇതിന്റെ അളവ് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അകത്തെ ഉയരം 1400 സെന്റിമീറ്റർ, നീളം 2742 സെന്റിമീറ്റർ, വീതി 865 സെന്റിമീറ്റർ, ഹൈക്കല നീളം 750 സെന്റിമീറ്റർ, കെസ്ട്രോമ നീളം 750 സെന്റിമീറ്റർ, മദ്ബഹ നീളം 820, വീതി 558 സെന്റിമീറ്റർ, ഭിത്തിവണ്ണം മുൻഭാഗം 180, വശങ്ങൾ 100 എന്നിങ്ങനെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മദ്ബഹയും കെസ്ട്രോമയും വേർതിരിക്കുന്ന ആർച്ച് കവാടം. കാൽവരിയുടെ പശ്ചാത്തലത്തിലാണ് മദ്ബഹ തീർത്തിരിക്കുന്നത്. പൂർണ്ണമായും മരത്തിൽ തീർത്തിട്ടുള്ള സക്രാരി ഇന്നും കാഴ്ചയിൽ മനോഹരം. ഇവിടുത്തെ പ്രധാന അൾത്താര. ഇവിടെ ബലിക്കല്ലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പുരാതന ദേവാലയത്തിന്റെ ബാക്കി കാഴ്ചകൾ കാണും മുമ്പ് സൂനഹദോസിനെക്കുറിച്ച് വികാരിയച്ഛന്റെ വാക്കുകൾ.
1599 സുനോസ് നടന്നതിന് ശേഷം അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട് എന്നുള്ള രീതിയിൽ കൂനംകുരി സത്യം നടക്കുന്നതായിട്ട് നമുക്കറിയാം. കൂനംകുരി സത്യത്തിലാണ്, മട്ടാഞ്ചേരിയിൽ വെച്ച് നടന്ന കൂനംകുരി സത്യത്തിലാണ് വാസ്തവത്തിലെ യാക്കോബായ സമൂഹവും കത്തോലിക്ക സമൂഹവും തിരിഞ്ഞു പോവുക. ഇന്ന് അതുകൊണ്ട് ഈ രണ്ടും, യാക്കോബായ സമൂഹം ഒരു തട്ടായി നിൽക്കുന്നു, സിറോ മലബാർ സഭ ഒരു തട്ടായി, മലങ്കര സഭ വേറെ നിൽക്കുന്നു, ലാറ്റിൻ സഭ വേറെ രീതിയിൽ നിൽക്കുന്നു. മുന്നോട്ടുള്ള പോക്കില് വിശ്വാസപരമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആചാരങ്ങളിലെ പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഒരു വിഭാഗം കൽദായ രീതിയിലുള്ള ആചാരങ്ങൾ പിന്തുടർന്ന് പോകുമ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റി ഭാരതീയമായ രീതിയിലാക്കാൻ അഭിവന്യ മെത്രാന്മാരിൽ ചിലരും, എന്നാൽ കൽദായ രീതിയിലേക്ക് തന്നെ കുറെ മാറിപ്പോകാൻ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകാൻ ചില വൈദികമലധ്യക്ഷന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഉദയംപേരൂർ സൂനകദോസിൽ നടന്ന ഒരുപാട് തീരുമാനങ്ങളാണ് ഇന്നും സഭയിൽ മുന്നോട്ട് പോകുന്നത്, ആചരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്നും പരിപാലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ചരിത്രത്തിൽ ഈ സൂനകദോസ് ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നത്. ദേവാലയത്തിന്റെ പുരാതന മേൽക്കൂര ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ്. ഒറ്റത്തടിയിലുള്ള വലിയ ശീലാന്തിയിലും കൊത്തുപണികൾ കാണാം. ശീലാന്തികൾ ഉറപ്പിച്ചിരിക്കുന്നത് ആന, വ്യാളി, മീൻതല, കുതിരമുഖം തുടങ്ങിയ ശില്പങ്ങളിലുമാണ്. കെസ്ത്രോമയുടെ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന പഴയ പുഷ്പം ഭംഗിയാർന്ന കൊത്തുപണികളാൽ അലങ്കൃതം. പുരാതന ദേവാലയങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പഴയ പ്രസംഗപീഠം കാണാൻ കഴിയുക. തിരുക്കർമ്മങ്ങൾക്കുള്ള തിരുവസ്ത്രങ്ങൾ, തച്ച, സുറിയാനി കുർബാന പുസ്തകം, മാതാവിന്റെ രൂപം, ലത്തോരന്മാരെ തിരഞ്ഞെടുക്കുന്ന പെട്ടി, നിലവിളക്കുകൾ തുടങ്ങിയവ ഇവിടെ കാണാം. പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള തിരുവസ്ത്രങ്ങളാണിവ. സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള മറ്റു ചില വസ്തുക്കൾ പഴയ ലൈറ്റ് ഡൂം, ശവമഞ്ചം എന്നിവ മുകളിൽ കാണാം. ഓസ്തി ഉണ്ടാക്കുന്ന അച്ച്, ഗ്രാമഫോൺ, ഭൂപാത്രം തുടങ്ങി പണ്ട് ഉപയോഗിച്ചിരുന്ന ചിലത്. പള്ളിയുടെ മാതൃകയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബിഷപ്പ് അലക്സ് മെനേസീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനഡിൽ പങ്കെടുത്തവരുടെ മാതൃക. മലങ്കര സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു 1599 നടന്ന ഉദയംപേരൂർ സുനകദോസ്. ഗോവൻ മെത്രാപ്പോലീത്തയായ ഡോക്ടർ അലക്സിസ് മെനസിസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനമായിരുന്നു അത്. ജൂൺ 20 മുതൽ ജൂൺ 26 വരെയായിരുന്നു ഈ സുനകദോസ് നടന്നത്. അതിൽ 153 കത്തനാന്മാരും 660 ആത്മായ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം 832 പേർ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കേരള ചരിത്രത്തിലെ ഈ സംഭവം. ഇതിൽ വളരെയധികം കാനോനകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. ഏതാണ്ട് 168 കാനോനകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഈ സുനകദോസിൽ വെച്ച് എടുത്തു. ആ കാനോനകളെ ഏതാണ്ട് 4 നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് വിശ്വാസത്തെ സംബന്ധിച്ചവ, രണ്ടാമത്തേത് പള്ളിക്കാരെ സംബന്ധിച്ചവ, മൂന്നാമത്തേത് സാമൂഹിക പ്രശ്നങ്ങളെയും
ആചാരങ്ങളെയും സംബന്ധിച്ചവ, നാലാമത്തേത് കൂദാശകളെ സംബന്ധിച്ചവ. ഭാഷാ പഠിതാക്കൾക്ക് വളരെ വിലപ്പെട്ടതാണ് സൂനകദോസ് കാനോനകൾ. പള്ളിയോഗം എന്ന പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ തകർച്ചയും തിരോധാനവും സംഭവിച്ചതും സൂനകദോസ് മൂലം. സഭയുള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറിയ സൂനകദോസിനാൽ ഈ ദേവാലയവും ചരിത്രത്തിന്റെ ഭാഗം. ദേവാലയത്തിനകത്ത് വളരെ ഉയരത്തിൽ തീർത്തിട്ടുള്ള ബാൽക്കണി. ഇവിടെ നിന്ന് വിശ്വാസികൾ കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു. കൊത്തുപണികളുള്ള കൈവരിയും കാണാം. കായലിന്റെയും ഒപ്പം വള്ളത്തിന്റെയും മാതൃകയും ഇവിടെയുണ്ട്. സുറിയാനി നസ്രാണികളുടെ മാമോദിസായുടെ ഈ ശില്പ മാതൃകയും മനോഹരം. മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തിച്ചേരുന്നത് ഇവിടെയാണ്. പണ്ട് ഇത് സങ്കീർത്തിയായി ഉപയോഗിച്ചിരുന്നു. പഴയ മദ്ബഹയുടെ മുകളിൽ വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പത്തായവും ഇവിടെ കാണാം. ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൗരാണിക ലിപികൾ, ശിലാലിഖിതങ്ങൾ, ശിലകൾ എന്നിവ. ഓരോ ദിനത്തിലും ഈ പ്രദേശം വഴി കടന്നുപോകുന്ന അനേകർ ഈ പുരാതന ദേവാലയം സന്ദർശിക്കാൻ അവസരം കണ്ടെത്തുകയും ഇതിന്റെ ചരിത്രം തേടുകയും ചെയ്യുന്നതുവഴി മുൻപത്തേതിനേക്കാൾ കൂടുതലായി ഈ ദേവാലയ ചരിത്രം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. AD 825 പേർഷ്യൻ കാതോലിക്ക മാർ സാബോർ, മാർ പ്രോത്ത് എന്നീ സഹോദരങ്ങളായ മെത്രാന്മാരെ കേരളത്തിലേക്ക് അയച്ചു. പൗരസ്ത്യദേശത്തു നിന്നും വന്ന മാർ സാബോർ, മാർ പ്രോത്ത് എന്നീ മെത്രാന്മാർ ആദ്യമെത്തിയത് കൊടുങ്ങല്ലൂരായിരുന്നു. പിന്നീട് അവിടെയുണ്ടായ സാമുദായിക പ്രശ്നങ്ങളാണ് ഉദയം പേരൂർക്ക് വരുന്നതിന് വഴിതെളിയിച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പൗരസ്ത്യദേശവുമായുള്ള ബന്ധത്തിന് തെളിവാണ് ഈ മെത്രാന്മാരുടെ ഇവിടുത്തെ സഭാപ്രവർത്തനങ്ങൾ. അവരുടെ മരണത്തിന് ശേഷം ഈ മെത്രാന്മാരെ പ്രാദേശിക ക്രൈസ്തവർ വിശുദ്ധരായി കാണുകയുണ്ടായി. കാരണം ഈ മെത്രാന്മാരുടെ മാധ്യസ്ഥതയിൽ അവർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. അങ്ങനെ വിശുദ്ധരായി കണക്കാക്കിയതിന്റെ ഫലമായി പല പള്ളികൾ പണിയുകയും അവരുടെ നാമത്തിൽ ആ പള്ളികൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഈ സമയത്താണ് ഉദയംപേരൂർ സൂനകദോസ് കൂടുന്നത്. ഗോവൻ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ മെനസിസിന്റെ അധ്യക്ഷതയിൽ കൂടി അദ്ദേഹം ആ സൂനകദോസിൽ പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. തീരുമാനങ്ങൾ, അതായത് കാനോനകൾ. അതിലെ 25ാമത്തെ കാനോനയിൽ മാർ സാബോറിനെ പറ്റിയും മാർ പ്രോത്തിനെ പറ്റിയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ പേരിൽ സ്ഥാപിച്ച പള്ളികൾക്ക് പകരമായി സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ പള്ളികൾ സ്ഥാപിക്കണമെന്ന് സൂനകദോസ് ഉത്തരവിട്ടു. സൂനകദോസ് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ സാബോറിന്റെയും പ്രോത്തിന്റെയും പേരിൽ ഉണ്ടായിരുന്ന എല്ലാ പള്ളികളും സകല വിശുദ്ധന്മാരുടെയും നാമധേയത്തിൽ മാറ്റപ്പെട്ടു. എന്നാൽ ആ മാറ്റം ജനങ്ങൾക്കിടയിൽ
വലിയ എതിർപ്പിന് കാരണമായി. ഇതറിഞ്ഞ അലക്സ് മെനേസിസ് മെത്രാപ്പോലിത്ത ഇറ്റലിയിലെ മിലാനിലെ രക്തസാക്ഷികളായ ഇരട്ട വിശുദ്ധന്മാരായ ഗർവാസീസിനെയും പ്രോട്ടാസീസിനെയും നൽകി ഇവിടുത്തെ ജനങ്ങൾക്കിടയിലെ ആശങ്കകൾക്ക് അയവ് വരുത്തി. അങ്ങനെ സകല വിശുദ്ധന്മാരുടെയും നാമത്തിലുണ്ടായിരുന്ന എല്ലാ പള്ളികളും പിന്നീട് വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോട്ടാസീസിന്റെയും നാമത്തിൽ ആവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉദയംപേരൂർ പള്ളിയും വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോട്ടാസീസിന്റെയും നാമത്തിൽ ആയി. പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യവും അനാചാരങ്ങളും അന്നത്തെ ക്രിസ്ത്യാനികളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. അത്തരം ജീർണതകളെ സൂനകദോസിന്റെ കാനോനുകൾ അഥവാ തീരുമാനങ്ങൾ വഴി നിർമാർജനം ചെയ്യുവാൻ കഴിഞ്ഞുവെന്നതും ഈ സൂനകദോസിന്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു നവോത്ഥാനത്തിന്റെ തുടക്കമായും ഈ സൂനകദോസിനെ കാണാം. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഈ ദേവാലയം ഒരിക്കൽ വലിയ ശോച്യാവസ്ഥയിലൂടെയും കടന്നുപോകാൻ കാരണമായി. അത് സംഭവിച്ചതിങ്ങനെയാണ്. ഈ കത്തോലിക്ക സഭയെ നോക്കുമ്പോഴും ജാതിമത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യകുലത്തെ ഒന്നായി കാണുന്ന ദൈവമക്കളായി കാണുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ. അവിടെ വരത്തന്മാരെന്നോ അല്ലെങ്കിൽ ഇരുത്തന്മാരെന്നോ അല്ലെങ്കിൽ മാർഗവാസികളെന്നോ ഒന്നുള്ള ഒരു ഇത് സഭയിലില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സഭയ്ക്കില്ല. അപ്പൊ ഇവിടെ ജീവന സമുദായത്തിൽ നിന്നും മതപരിവർത്തനം നടത്തി വന്ന ഒരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അവരെ പള്ളിയിൽ കയറ്റിയിരുന്നില്ല. അപ്പൊ അന്നത്തെ ഒരു വികാരി വളരെ ശക്തമായിട്ട് ഇവരെ പള്ളിയിൽ കയറ്റാനായിട്ടുള്ള തീരുമാനം എടുക്കുകയും അവർക്ക് പ്രവേശനം കൊടുക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ യാഥാസ്ഥികരായിട്ടുള്ള ചില പ്രമാണിമാര് അച്ഛനെ പള്ളിമേടയിൽ പൂട്ടിയിടുകയൊക്കെ ചെയ്തിട്ട് അച്ഛന്റെ ഒത്തിരി, അതായത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസിയുടെ കൈവയ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരു വൈദികനെ വളരെയധികം വേദനിപ്പിച്ചു. അതിലൊരു ശാപം വളരെ കാലമായിട്ട് ഇടവയ്ക്കുണ്ടായിരുന്നു. ഇവിടുന്ന് സാമ്പത്തികമായിട്ട് യാതൊരു വളർച്ചയുണ്ടായിരുന്നില്ല. മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ വളർന്നപ്പോഴും ഈ പ്രദേശം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പള്ളി തന്നെ പരിസരമെല്ലാം കാട് പിടിച്ച് മുത്തങ്ങ പുല്ലൊക്കെ പിടിച്ച് അങ്ങനെ ഇവിടെ ഒരു ആരാധനാലയം എന്നുള്ള രീതിയിൽ പോലും ഇല്ലാതെ, ഒരു വൈദികൻ ഇവിടെ താമസിക്കാതെ ഒരു ഞായറാഴ്ച മാത്രം വിശുദ്ധ കുർബാന സേവിക്കുന്ന ദേവാലയമായിട്ട് മാറി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് 10-20 വർഷമായിട്ട് 20-25 വർഷമായിട്ട് ആ ശാപം മോക്ഷം കിട്ടിയിട്ടുണ്ട് ഇടവഴിക്ക്. വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ പള്ളി മറ്റു പള്ളികളോ ഈ പരിസരത്തുള്ള പള്ളികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ പള്ളി ഇന്ന് എല്ലാ പള്ളികളെക്കാളും മുമ്പിലായിട്ട് സാമ്പത്തികത്തിലും ആധ്യാത്മികതയിലെല്ലാം ഇന്നിപ്പം വളരെ നല്ലൊരു സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. ഇത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലം. വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയുള്ള ഇടവക സമൂഹം ജാഗ്രതയോടെയാണ് മുന്നോട്ട് ചുവടുവയ്ക്കുന്നത്. അനുദിന പ്രാർത്ഥനകളിലും ദേവാലയ കർമാനുഷ്ഠാനങ്ങളിലും ഇവരുടെ പങ്ക് വലുതാണ്. സദാ കന്ദീശങ്ങളുടെ മധ്യസ്ഥ സഹായം തേടി അനേകരെത്തുന്നു ഇന്നിവിടെ. കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ദേവാലയത്തിലെ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദീപബലി അർപ്പിക്കുക. രാവിലെ 7:30 മണിക്ക് ഈ പ്രധാന ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് തൈക്കാട്ട് കുരിശുപള്ളിയിൽ 5 മണിക്ക് ഒരു ബലിയർപ്പണമുണ്ട്. 2 ബലിയർപ്പണങ്ങളാണ് എല്ലാ ഞായറാഴ്ചയും ഉള്ളത്. എല്ലാ മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 6:30 മണിക്കാണ് ബലിയർപ്പിക്കുക. അതിനും ഈ ഇടവകയിൽ നിന്നുള്ള ഒത്തിരി പേര് വന്ന് സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാഴാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 6 മണിക്കാണ് ദിവ്യബലി അർപ്പിക്കുക. അതിനുശേഷം വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേനയും നടത്തുന്നുണ്ട്. ഈ അടുത്തിടെയായിട്ട് അത് തുടങ്ങിയതാണ്. അതിനും കുറെ പേര് വന്ന് സംബന്ധിക്കുന്നുണ്ട്. അതിനുശേഷം അത് ഏറ്റെടുത്ത് നടത്തുന്നവര് എല്ലാവർക്കും നേർച്ച കഞ്ഞി വിതരണം ചെയ്യുകയും ആളുകൾ വളരെ സന്തോഷപൂർവ്വം അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിന്റെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അനുഗ്രഹത്തിന്റെ പുണ്യഭൂമിയായി മാറിയിരിക്കുന്ന ഉദയംപേരൂരിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഉദയംപേരൂരിന്റെ സ്വന്തം തൈക്കാട്ടമ്മ, ഫാമിലി യൂണിറ്റ് മീറ്റിംഗ്, സംഘടനാ പ്രവർത്തനങ്ങൾ, കപ്പേളകൾ, കൂടുതൽ ചരിത്രവും കാഴ്ചകളുമായി അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ദേവാലയങ്ങളിലൂടെ, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. ഫോൺ 8606420099 9148027000893.